എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോയുടെ കണ്ടൻറ്റ് എനിക്ക് പറ്റിയ ഒരു അബദ്ധത്തെ പറ്റിയാണ്. സാധാരണക്കാരെ എന്നെപ്പോലെ ആളുകൾക്ക് ഈ അബദ്ധം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായി ഈ വീഡിയോ കാണുകയും മാക്സിമം ലൈക്കും ഷെയറും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാനിവിടെ വിവരിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് അനുഭവപ്പെട്ടു, സത്യസന്ധവും തെളിവുകളോടും കൂടിയാണ് ഞാനിവിടെ പറയുന്നത്. എൻ്റെ പേര് ജോസഫ് സക്കറിയ. ആലപ്പുഴ ജില്ലയിൽ പൈറ്റുപാക്ക എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഒരു കൊക്കോ ഷെഡർ മെഷീനാണ്. കൊക്കോ ഷെഡർ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ട്, ഓല, മടൽ മുതലായവ പൊടിച്ച് ജൈവവളമാക്കുന്ന ഒരു മെഷീനാണ്. ഇത് 20 HP ഇഞ്ചൻ വിത്ത് പൾവറൈസറായിട്ടുള്ള ഒരു മെഷീനാണ്. ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം ഒരു ചെറിയ ഫാം ആരംഭിച്ചു. അപ്പോൾ അതിൽ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി ആലോചിച്ചപ്പോൾ യൂട്യൂബിൽ തപ്പിയപ്പോൾ ഈ കമ്പനിയുടെ പല വീഡിയോകളും എനിക്ക് കാണുവാൻ സാധിച്ചു. അതനുസരിച്ച് ഞാൻ ഈ മെഷീന് കൊട്ടേഷന് വേണ്ടി ആവശ്യപ്പെട്ടു. അവരെനിക്ക് കൊട്ടേഷൻ അയച്ചു തന്നു. പക്ഷേ ഈ മെഷീൻ മേടിച്ചതിന് ശേഷം എനിക്കുണ്ടായിരിക്കുന്ന ദുരനുഭവങ്ങളെ പറ്റിയാണ് ഇവിടെ ഞാൻ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് വയസ്സ് 65 ഈ മെഷീൻ ഞാൻ മേടിച്ച ഒക്ടോബറിലാണ്. ഒക്ടോബർ തൊട്ട് 5 മാസമായിട്ട് ഞാൻ മാക്സിമം ഉപയോഗിച്ചിരിക്കുന്നത് 6 മണിക്കൂറാണ്. ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ മെഷീൻ കാണുമ്പോൾ വീട്ടുകാരുടെ സമ്മർദ്ദവും നാട്ടുകാരുടെ പരിഹാസവും എന്നെ മാനസികമായി വളരെ തളർത്തിയിരിക്കുകയാണ്. ഒരു നല്ല മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ നല്ല പ്രൊഫഷണലായിട്ടൊരു കമ്പനിയുടെ കോർ അസറ്റ് എന്ന് പറയുന്നത് അവരുടെ സ്റ്റാഫാണ്. ടെക്നിക്കലായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ്, എംപവേർഡ് ആയിട്ടുള്ള സ്റ്റാഫ്. പക്ഷേ എനിക്ക് ഈ കമ്പനിയുടെ സ്റ്റാഫിൽ അത് കാണുവാൻ സാധിച്ചിട്ടില്ല. എനിക്ക് കിട്ടിയ കൊട്ടേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, 79,990 രൂപ എന്നുള്ളത്. ഞാൻ ഇവരുമായി നെഗോഷിയേറ്റ് ചെയ്തപ്പോഴത്തേക്കും അവരെനിക്ക് 79,500 രൂപയ്ക്ക് തരാമെന്ന് അവർ എന്നോട് സമ്മതിച്ചു. അതും പ്രകാരം ഞാൻ 5,000 രൂപ ഇവർക്ക് അഡ്വാൻസായിട്ട് ഗൂഗിൾ പേ ചെയ്തു. അതിൻ്റെ റെസിപ്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഒരു മാസം കഴിഞ്ഞ് കോയമ്പത്തൂരിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ കോവിൽപ്പാലം എന്ന സ്ഥലത്താണ് ഇവരുടെ ഫാക്ടറി ഉള്ളത്. ഈ ഫാക്ടറിയിൽ പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ സെയിൽസ് ടീം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഓർഡർ ചെയ്തിരുന്ന മെഷീൻ്റെ മോഡൽ മാറി, പുതിയ മെഷീനാണ്, അതുകൊണ്ട് 85,000 രൂപ ആകും ഈ മെഷീന്. അതനുസരിച്ച് ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ അഡ്വാൻസ് പണം എനിക്ക് തിരിച്ചു തന്നേക്കൂ. കാരണം ഞാൻ ഓർഡർ ചെയ്തത് 79,500 രൂപയ്ക്കാണ്. 2 മണിക്കൂറോളം എന്നെ ഇരുത്തിയതിന് ശേഷം സെയിൽസ് മാനേജർ വന്ന് ഞാനുമായി നെഗോഷിയേറ്റ് ചെയ്ത് 82,000 രൂപയ്ക്ക് വിത്തൗട്ട് ബെൽറ്റ് സേഫ് ഗാർഡ് ഇല്ലാതെ മെഷീൻ തരാമെന്ന് അവർ എഗ്രി ചെയ്തു. അതനുസരിച്ച് എനിക്ക് 20 ദിവസം കഴിഞ്ഞപ്പോൾ മെഷീൻ ഡെലിവറായി. ആ മെഷീൻ ഇഞ്ചൻ പാസ്സാക്കാനായിട്ട് ഞാൻ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ മെഷീൻ്റെ, നിങ്ങൾക്കിവിടെ കാണാം, ഈ പുള്ളിയുടെ ചാവി ഇല്ലാതെ ഈ മെഷീൻ ഓടി. ചാവി ഇല്ലാതാണ് ഈ മെഷീൻ വന്നിരുന്നത്. ഓടി 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഷാഫ്റ്റുമായിട്ട് ഉറഞ്ഞ ഒരു ഓവൽ ഷേപ്പിലായി. ഉടനെ തന്നെ ഞാൻ എഞ്ചിൻ നിർത്തി ഞാൻ കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പല പ്രാവശ്യം ഫോൺ കോൾ ചെയ്തു. 3-4 ദിവസം ഫോൺ കോൾ ചെയ്തിട്ടും ആരും അറ്റൻഡ് ചെയ്തില്ല. അവസാനം ഒരു ലേഡി ഫോൺ എടുത്തു. ഞാൻ അവരോട് വിശദമായ കാര്യങ്ങളെല്ലാം സംസാരിച്ചു, ഫോട്ടോ അയച്ചു കൊടുത്തു. പക്ഷെ 40ഓളം ദിവസം കണ്ടിന്യൂ ആയിട്ട് ഞാൻ അവരുമായി കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും മെസ്സേജ് അയക്കുകയും വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ഇതാണ് ഓവൽ ഷേപ്പായത് ആ പുള്ളി. 40ഓളം ദിവസം ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ മെയിൽ അയക്കുകയും ഒക്കെ ചെയ്ത് വളരെ സമ്മർദ്ദം ചെലുത്തിയതിന് ശേഷമാണ് അവരെനിക്ക് ആ പുള്ളി അയച്ചു തന്നെ. ആ പുള്ളി അയച്ചു തന്നതിന് ശേഷം ഞാൻ പുള്ളി ഇട്ടു മാറിയിട്ട് ഒരു 3-4 മണിക്കൂറോളം എനിക്കത് ഉപയോഗിക്കാൻ സാധിച്ചു. ഈ 5 മാസത്തിനുള്ളിൽ ഞാൻ മാക്സിമം ഉപയോഗിച്ചിരിക്കുന്ന 6 മണിക്കൂറാണ് ഈ മെഷീൻ ഉപയോഗിക്കാൻ സാധിച്ചു. അതിനുശേഷം എൻ്റെ ബാറ്ററിക്ക് എന്തോ സംഭവിച്ചു. എന്താണ് ഈ സംഭവിച്ചതെന്ന് എനിക്ക് ഒരു സൗണ്ടും ഇല്ല, എഞ്ചിൻ ഓടുകയില്ല. 65 വയസ്സുള്ള എനിക്ക് റീകോയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കീ സിസ്റ്റം കൂടിയ ഈ മെഷീൻ ഞാൻ വാങ്ങിയത്. ഞാൻ ഇവരുമായി വീണ്ടും കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു.
അവർ ഒരു ജെൻറ്റിൽമാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ബാറ്ററി അയച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞു. ഞാൻ ആ ബാറ്ററി അയച്ചു കൊടുത്തു. DTDC മുഖേനയാണ് ആ ബാറ്ററി അയച്ചു കൊടുത്തത്. അതിനുശേഷം യാതൊരു റിപ്ലൈയും ഈ കമ്പനിയുടെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടില്ല. വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. ഇത്രയും മാനസിക സംഘർഷം ഈ മെഷീൻ മേടിച്ചതിന് ശേഷം എനിക്കുണ്ടായത് ആദ്യമായിട്ടാണ്. ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ ബാറ്ററിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റിയാണ്. എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു.